എന്താണത് രാവിലെ തന്നെ പഠിത്ത? ഇല്ല, മോനേതോ രണ്ടാഴ്ച ക്ലാസ്സിൽ ബാഗിനകത്തിരുന്ന ഇപ്പോഴാണ് തുറക്കുന്നത്. സ്കൂളിൽ പോകണല്ലോ. അങ്ങനെയാണോ ജോണി? തീർച്ചയായും. നമ്മള് സ്കൂൾ ബാഗിലൊക്കെ ഉള്ളത് സ്കൂളിൽ തുറക്കുന്നതിന്റെ തലേ ദിവസം ഒന്ന് തുറന്നു നോക്കണ്ടേ? ഇപ്പൊ അതിനകത്ത് ഒരു പാറ്റ കയറിയിരിപ്പുണ്ടോ, പഴുതാര കയറിയിരിപ്പുണ്ടോ? നാളെ രാവിലെ 6:30 എണീക്കാനുള്ളതാണ് കേട്ടാ. കുഞ്ഞിനും 6:30 ഇറങ്ങണം. നിങ്ങൾ അപ്പത്തേനും എണീക്കണം. ഡ്രസ്സൊക്കെ ഇന്നെല്ലാം സെറ്റ് ചെയ്ത്. ഞാൻ 6:30 ഇറങ്ങണം. വേണ്ടേ? 7 മണിക്ക് ഇറങ്ങിയാ പോരാ? താങ്കു അമ്മ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഇന്നത്തെ സ്പെഷ്യൽ ദോശ വിത്ത് തക്കാളി ചട്നി. തീർന്നല്ലോ. അതിന് ഇവിടെ ആർക്കും തക്കാളി ചട്നി വേണ്ടല്ലോ. ഞാൻ മാത്രം. നീ കഴിക്കുമോ തക്കാളി? ഞാൻ തക്കാളി ചട്നി കൂട്ടിയാ കഴിക്കുന്നത്. മാത്രമേ തക്കാളി ചട്നി കഴിക്കുന്നുള്ളൂ. അവർക്കൊക്കെ ഒന്നെങ്കിൽ ന്യൂട്ടല്ല, അല്ലെങ്കിൽ മറ്റേ പഞ്ചസാര, അല്ലെങ്കിൽ മറ്റേ എന്താ നമ്മുടെ നെസ്ലയുടെ ആ സാധനത്തിന്റെ പേരെന്താ? മിൽക്ക് മേഡോ? മിൽക്ക് മേഡ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ക്രീമി തോണ്ടി വാരി നക്കിയാലേ അവർക്കൊക്കെ തൃപ്തിയാവും. ജോണി എന്താ നീ എന്താ ദോശക്ക് കറി എടുത്തത്? മിൽക്ക് മെയ്ഡ്. നീ ദോശ എടുത്താ? ഇവിടെയും മിൽക്ക് മെയ്ഡ് തന്നെയാണ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തരാം. ഇത്രയും നേരായിട്ടൊരു ദോശ തിന്നു കഴിഞ്ഞില്ലേ നീ? ഓക്കെ ഗൈസ്, സാബി പ്ലാൻ കിട്ടിയില്ലേ? എന്താണ് പ്ലാൻ? 1:45 അരമണിക്കൂറിന് അരമണിക്കൂർ ഉണ്ടാവും സമയം. അതിനുള്ളിൽ നമ്മൾ ഫോൺ കാണാനുണ്ടെങ്കിൽ ഫോൺ കാണാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്താണെന്ന് വെച്ചാൽ കാണാം. അരമണിക്കൂർ കഴിയുമ്പോൾ പഠിക്കാൻ കയറുന്നതായിരിക്കും. അമ്മയ്ക്ക് വേറെ പണി അവിടെ ഉണ്ട്. അരമണിക്കൂർ കഴിയുമ്പോൾ അരമണിക്കൂർ തന്നെ പഠിക്കുള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോൾ പഠിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ തന്നെ പഠിക്കുമ്പോൾ നോക്കാം. അപ്പൊ എന്താ വേണ്ടത്? ഓക്കെ, അമ്മ എന്താണ് കുക്ക് ചെയ്യുന്നത്? അമ്മ അവിടെ തോരൻ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. ഞാൻ അപ്പത്തേക്കും ഒരു റീൽ എടുത്താലോ എന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടാകും? പുറത്തെന്താ കളിക്കാനോ? സ്നോയില്ല? തെന്നടിച്ച് വീഴരുത്. ഓക്കെ ഓക്കെ, ഷൂ ഒക്കെ ഇട്ടോണ്ട് ഇറങ്ങുന്നുണ്ട്. ജോണി തണുക്കും കേട്ടോ. ഒരു ബീട്രൂട്ട് അത്യാവശ്യം കുറച്ച് ചെറിയ കഷ്ണങ്ങൾ, കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട്. കുറച്ച് വലിയ വലിയ കഷ്ണങ്ങൾ ഓക്കെ മുറിച്ചിട്ട് ബ്ലെൻഡറിലാണ് നമ്മൾ എളുപ്പമായി നോക്കുള്ളൂ. ബ്ലെൻഡർ പോലത്തെ ഇല്ലേ, വെജിറ്റബിൾ കട്ടർ എന്ന് വേണമെങ്കിൽ പറയാം, ബ്ലെൻഡർ എന്ന് പറയാം. ജോണി എന്താ പരിപാടി? ഇത് മറ്റേ കമിഴ്ത്തി മറ്റേ കൊട്ടാര മറ്റേ സാധനമൊക്കെ. ഇവിടെ ഉള്ളി കൂടെ അതിനകത്ത് അതും ചെറിയ കുറച്ച് ചെറിയ വർക്ക് ശരിയായി. ഇങ്ങോട്ടേക്ക് ചുമയും കൊണ്ട് ഇങ്ങോട്ട് കയറുക. പിന്നെ നമ്മൾ കടുകിട്ടു.
നമ്മൾ എളുപ്പപ്പണിയാണ് നോക്കുന്നത് എല്ലാം കൂടെ. അപ്പം ഇതിന് മുളകുണ്ട്, തേങ്ങയായി, സവാളയ്ക്ക് സവാളയായി, എല്ലാം ആയി. മഞ്ഞൾ പൊടി കൂടെ ഇച്ചിരി കടുക് പൊട്ടിക്കുക, ഇത് ഇതിനകത്തോട്ടിടുക. ഞാൻ ഡാൻസ് കളിക്കാൻ നോക്കുകയാണ്. റെഡി, ഞാൻ റെഡി ആയിട്ടുണ്ട്. ജോൺ, അപ്പോൾ ജോണി ഇവിടെ സ്നോ ഇതുവരെ സെറ്റാക്കിയില്ലേ? കൈ എവിടെ? അതിൻ്റെ 2 കൈയുണ്ടോ? അത് കാണുന്നില്ല. ഓക്കെ ഓക്കെ. ജോണി സ്നോയിലൊക്കെ പണിത് കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. അവൻ ഉണ്ടാക്കിയ സ്നോമാനാണ് ഇത്. നല്ല രസമുണ്ട്. ഇന്നലെ വീണ് കിടക്കുന്ന ചെളി പിടിച്ചതിനെ കുറിച്ച് ഉണ്ടാക്കിയതാണ്. കഷ്ടപ്പെട്ട് അല്ലേ ഉണ്ടാക്കി. ഷോക്ക് അടിച്ച പോലെ ഷോക്കടിച്ച് അല്ലേ? ഓക്കെ, ഇനി അത് എഡിറ്റ് ചെയ്ത് ഇടുന്നു. അതിന് ശേഷം ഇരുന്ന് പഠിക്കും. ഗൈസ് നോക്കൂ, ഇവിടെ ഒരാൾ തുണി മടക്കി വെക്കാനുള്ള തന്ത്രപ്പാടിലാണ്. തുണി ഇത് മൊത്തം എടുത്തു അല്ലേ? എന്തോരം തുണിയാ. ഓക്കെ, എങ്കിൽ ഇവര് ക്ലീൻ ഇവിടെ ഇത് ഇവര് വൃത്തിയാക്കാൻ പോവാണ്. ഇവര് വൃത്തിയാക്കും, ഞങ്ങളിരുന്ന് പഠിക്കും. ശേഷം 2 ആഴ്ച വീട്ടിൽ അടയിരുന്നിട്ട് നാളെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, മുഹൂർത്തം തലേദിവസം ആകുമ്പോഴുള്ള ആ ഒരു വെപ്രാളില്ലേ, അതാണ് ഇപ്പോൾ കാണുന്നത്. അതെ 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 അതെ. എങ്കിൽ അവരവിടെ ഇരുന്ന് വൃത്തിയാക്കും. എനിക്ക് കുറച്ച് സാധനങ്ങൾ, എനിക്ക് എക്സാം വരുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞാൽ. സ്കൂൾ തുറന്ന് 2 ദിവസം കഴിയുമ്പോൾ എക്സാം ഉള്ള ആളാണ്. ഇന്നേ വരെ പുസ്തകം തുറന്നു നോക്കിയിട്ടില്ല. എന്തോ ഗൈസ്, നമ്മൾ പഠിച്ചു. നമ്മളല്ല, ഞാൻ പഠിച്ചു. അമ്മ പഠിപ്പിച്ചു തന്നു. ഒന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. ഇപ്പോൾ സമയം 1 മണിയാവുന്നുണ്ട്. അമ്മയ്ക്ക് ഇന്ന് നൈറ്റ് ആയതുകൊണ്ട് മമ്മി റെസ്റ്റ് എടുക്കാൻ വേണം. എല്ലാവർക്കും ചോറ് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് കയറാന്നാണ് പറയുന്നത്. ഞങ്ങളെല്ലാവരും അപ്പോൾ ചോറ് തിന്നാൻ പോവുകയാണ്. കറി അമ്മ എനിക്ക് ചോറൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അവന്മാർ 2 പേരും കൂടി തുണി അടുക്കാന്ന് പറഞ്ഞിട്ട് ബാക്കി ഒന്നും ചെയ്തില്ല. നീ വേഗം ചെയ്തോ, ഇല്ലെങ്കിൽ എനിക്ക് യു ബി ഇൻ ട്രബിൾ മാൻ. ഗൈസ്, എല്ലാവരും ഓരോരോ പണിയായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുകയാണ്. അതായത് ഞാൻ എഡിറ്റിംഗ്, അമ്മ ഉറങ്ങാണ്, സാവിയോ TV, ജോണി TV, അപ്പ സിനിമ, അങ്ങനെയായിട്ട് എല്ലാവരും ഓരോ ഭാഗത്താണ്. അത് മാത്രമല്ല, എനിക്ക് വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇന്ന് 5 മണി വരെ ഞാൻ ഈ വീഡിയോ എടുക്കുകയുള്ളൂ. കാരണം അത് കഴിഞ്ഞ് അമ്മയ്ക്ക് നൈറ്റ് ആയതുകൊണ്ട് ബാക്കി വീഡിയോ എടുക്കാൻ വേറൊരു ഓപ്ഷനില്ല. ഞങ്ങൾക്കൊക്കെ ഫോണുണ്ട്, പക്ഷെ അതിന് വലിയ ക്ലിയർ ഒന്നും. സോ ഗൈസ്, അമ്മ എണീറ്റിട്ടുണ്ട്. അമ്മ ഇപ്പം ഏകദേശം 5 മണിയാവാനായി. അമ്മ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അതുവരെ സമയം ഞാൻ 5 മണിക്കാണ്, മീൻസ് 5:30 തന്നെയാണ് അറിയുന്നത്. സോ അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. അവിടെ ഭയങ്കര ഒച്ചയായിരിക്കും. എന്താ അമ്മ കൊണ്ടുപോകുന്ന ഡ്യൂട്ടിക്ക്? അമ്മ ഫുഡ് ആണോ? ചോറാ? എത്ര ചോറാ കൊണ്ടുപോകുള്ളൂ? ഓക്കെ. വേറെ സ്നാക്സ് കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോൾ വിശപ്പിച്ച് വെളി വരും. സ്നാക്സ് ഒന്നുമില്ല. ഇന്നലെ 2 ദിവസമായിട്ട് ഇപ്പോൾ അവധിയായിരുന്നു കേട്ടോ. ഞാൻ എണീക്കേണ്ടി വരും. ഈ 6:30 ആകുമ്പോഴെങ്കിലും മിനിമം എണീറ്റാൽ മതി. ഗൈസ്, അമ്മ കുളിച്ച് കുട്ടപ്പിയായി ഡ്യൂട്ടിക്ക് പോവാണ് നൈറ്റിന്. ചുമയാണ്, ജലദോഷമാണ്. എന്നാല് നേരത്തെ എണീക്കണം, ലേറ്റ് ആയിരിക്കില്ല. ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ പുതിയ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.